നമസ്കാരം കൂട്ടുകാരെ. മലയാള സാഹിത്യ ലോകത്തിനും ചലച്ചിത്ര മേഖലയ്ക്കും തീരാ നഷ്ടം തന്നെയാണ് പ്രിയപ്പെട്ട എം.ടി. വാസുദേവൻ നായരുടെ വിയോഗം. ജനിച്ചാൽ ഒരിക്കൽ എല്ലാവരും ഇവിടം വിട്ടു പോകും. എം.ടിയും പോകും. അത് നമുക്ക് അറിയാമായിരുന്നു. എന്നാൽ മറ്റുള്ളവരെ പോലെയല്ലല്ലോ എം.ടി പോയത്. മരണത്തിന് എം.ടിയെ പൂർണ്ണമായി കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എണ്ണമറ്റ മലയാളി മനസ്സുകളിൽ എം.ടി ഇപ്പോഴും ഉണ്ട്. ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എം.ടിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയും എൻ്റെ കയ്യിലുള്ള കുറച്ച് പുസ്തകങ്ങൾ എം.ടിയുടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടക കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ നമ്മുടെ എം.ടി. വാസുദേവൻ നായർ 1933 ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനിച്ചത്. അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, ജെ.സി. ഡാനിയേൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം മുതലായവ ലഭിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തുകാരനായ ടി. നാരായണൻ നായരുടെയും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂക്കാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായിരുന്ന എം.ടി. മാതാപിതാക്കളുടെ 4 മക്കളിൽ ഇളയവനായിരുന്നു. അദ്ദേഹം തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിരുന്നു ചെറുപ്പകാലം ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ വള്ളുവനാടൻ ഭാഷയിലായിരുന്നു ഒട്ടുമിക്ക നോവലും കഥകളും എഴുതിയിരുന്നത്. എം.ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു. അവിടെ മറ്റൊരു ഭാര്യയും കുട്ടിയുമുണ്ടായിരുന്നു. സിലോണിൽ നിന്നും മടങ്ങി വരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെയും കൊണ്ടാണ് വരുന്ന കഥയാണ് നിന്റെ ഓർമ്മയ്ക്കായി എന്ന കൃതിയിൽ പറയുന്നത്. ഒരിക്കൽ എം.ടി പറയുകയുണ്ടായിട്ടുണ്ട്, ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. അതാണ് നിന്റെ ഓർമ്മയ്ക്കായി. ലീലയെപ്പറ്റി, തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ പറ്റിയുള്ള ബുക്കാണ് എം.ടിയുടെ നിന്റെ ഓർമ്മയ്ക്കായി. പാതിരാവും പകൽ വെളിച്ചവുമാണ് ആദ്യ നോവലെങ്കിലും ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ് 1958. ആദ്യ നോവലിനു തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും എം.ടിക്ക് ലഭിച്ചു. ഞാൻ വായിച്ച എം.ടിയുടെ ഫസ്റ്റ് നോവൽ കൂടിയാണ് നാലുകെട്ട്. അപ്പുണ്ണിയുടെ യാത്രകൾ നിറഞ്ഞ ഒരു നോവലാണ് നാലുകെട്ട്. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിചയപ്പെടുത്തുന്ന ഒരു നോവൽ. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പുരുഷനെ വിവാഹം കഴിച്ചതും അവളുടെ കാർന്നവന്മാർ നിർദ്ദേശിച്ച പുരുഷന്മാരെ വിവാഹം കഴിക്കാത്തതുമായ ഒരു സ്ത്രീയുടെ മകനാണ് അപ്പുണ്ണി. അതിനാൽ അവൾക്ക് മകനോടൊപ്പം ആ കുടുംബം വിടേണ്ടി വരുന്നു. അപ്പുണ്ണി അച്ഛനില്ലാതെ വളരുന്നു. ഒപ്പം അദ്ദേഹം താമസിക്കുന്ന മാട്രിലൈനൽ വീടിന്റെ അന്തസ്സിൽ നിന്നും സംരക്ഷണത്തിൽ നിന്നും അകന്നു പോകുന്നു. അന്തർമുഖനും കോപാകുലനുമായ ഒരു യുവാവിനെ അപ്പുണ്ണിയിലൂടെ ആഘാതവും മനഃശാസ്ത്രപരവുമായ ഗ്രാഫും ഈ നോവലിൽ പകർത്തുന്നു. ഒരു മാട്രിലീനിയൽ കുടുംബത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പൂർവീക ഭവനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു പുതിയ കെട്ടിടം പണിയുന്നു. ഈ ബുക്കിൻ്റെ ഫുൾ സ്റ്റോറി വീഡിയോ ആയി ഞാൻ വേഗം വരുന്നതായിരിക്കും. മറ്റൊരു പുസ്തകമായ മഞ്ഞ്. എല്ലാവരും കാത്തിരിക്കുന്നവരാണ്. എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നവർ. അല്ലെങ്കിൽ ജീവിതം മുഴുവൻ കാത്തിരിപ്പല്ലേ. 9 വർഷത്തെ കാത്തിരിപ്പാണ് വിമലയുടേത്. എവിടേക്കോ പോയി മറഞ്ഞിരിക്കുന്ന സുധീർ കുമാർ മിശ്രയ്ക്ക് വേണ്ടിയാണ് വിമല കാത്തിരിക്കുന്നത്. അയാൾ ചിലപ്പോൾ ചതിയനായിരിക്കാം, വഞ്ചകനായിരിക്കാം. പുതിയ പൂക്കൾ തേടി അയാൾ മറ്റെവിടേക്കോ പോയിട്ടുണ്ടാവാം. പക്ഷേ വിമല പറയുന്നു, വരും, വരാതിരിക്കില്ല. അതാണ് കാത്തിരിപ്പ്, അതാണ് സ്നേഹം, അതാണ് വിശ്വാസം. ഇപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന എം.ടിയുടെ ഒരു പുസ്തകമാണ് ഓളവും തീരവും. തലമുറകളിലൂടെ ദീർഘമാവുന്ന
ഹൃദയ നൊമ്പരങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുത്തുന്ന കുറച്ചു കഥകൾ. നീലക്കടലാസ്, നുറുങ്ങുന്ന ശൃംഖലകൾ, ഒരു പിടി കുന്നിക്കുരു, ഒരു ദിവസം കഴിഞ്ഞു, ഓളവും തീരവും എന്നീ 5 കഥകളുടെ സമാഹാരമാണ് ഈ ബുക്ക്. ഈ ബുക്കിൻ്റെ കഥകളുമായി ഞാനും ഉടൻ വരുന്നതായിരിക്കും. പ്രിയപ്പെട്ട MT, വിട പറയുന്നില്ല. കാരണം MT എങ്ങും പോയിട്ടില്ലല്ലോ, ഞങ്ങളുടെ നെഞ്ചിൽ ഇരിപ്പുണ്ടല്ലോ. പ്രണാമം. നന്ദി, നമസ്കാരം കൂട്ടുകാരെ.